ഹലോ, വെൽക്കം ടു റാണീസ് കിച്ചൻ. നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് തേങ്ങാപ്പാൽ ചേർത്ത ഒരു മീൻകറിയാണ്. ഇതിനാവശ്യമായ ചേരുവകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. വരാൽ മീനാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഈ വരാൽ മുള്ളുള്ളൊരു മീനാണ്, പക്ഷേ അതിങ്ങനെ മീനിങ്ങനെ ചെരിച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് മുള്ള് നമുക്ക് ഒഴിവായി കിട്ടും. ഇത് നമ്മൾ വഴറ്റി ചേർത്തിട്ടാണ് കറി വെക്കുന്നത്. ഇതിവിടെ ഒരു സവോളയാണ് നമ്മൾ എടുത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു വലിയ തക്കാളി അത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ 3 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, 4 ചുള വെളുത്തുള്ളി, 2 കതിര് വേപ്പില. തേങ്ങാപ്പാൽ ചേർത്താണ് നമ്മളിത് കറി വെക്കുന്നത്. 2 പാലെടുത്ത് വെച്ചിരിക്കുകയാണ്, 1-ാം പാലും 2-ാം പാലും. ഇനി ഈ കറിയിലേക്ക് വേണ്ട പൊടികൾ നമുക്ക് നോക്കാം. ഇത് ഫിഷ് മസാലയാണ്, അതൊരു 3 സ്പൂൺ ഫിഷ് മസാലയാണ്. അടുത്ത് നമ്മൾ ചേർക്കേണ്ടത് കാശ്മീർ ചില്ലിയാണ്, അതും 2 സ്പൂണ് കാശ്മീർ ചില്ലി. പിന്നെ മഞ്ഞൾ പൊടി. നമ്മുടെ ഈ കറി ചേർക്കുന്നത് കുടംപുളിയാണ്, 2 ചുള പുളിയായി എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ കടുക്. അതുപോലെ ഇത് വറുത്തിടുന്ന കൂട്ടത്തിൽ നമ്മൾ അല്പം ഉലുവായും കൂടെ ചേർത്ത് വറുത്തിടുന്നുണ്ട്. വെളിച്ചെണ്ണയാണ് നമ്മൾ ഈ കറി ചേർക്കുന്നത്, വെളിച്ചെണ്ണ. ഉപ്പുപൊടി. മൺചട്ടിയിലാണ് നമ്മൾ ഈ കറി വെക്കുന്നത്. ചട്ടി ഞാൻ തീ വെച്ച് ചൂടായി വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് വെളിച്ചെണ്ണ ഒഴിക്കണം. അപ്പം ഞാനൊരു 4-5 സ്പൂൺ വെളിച്ചെണ്ണയാണ് വെച്ചിരിക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്കൊരു 1/2 സ്പൂൺ കടുകിടാം. അതുപോലെ തന്നെ കുറച്ച് ഉലുവായും കൂടെ ചേർക്കാം, ഒരു 1/2 സ്പൂൺ. ഇതിലേക്ക് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ചേർത്ത് കൊടുക്കാം. ഒന്ന് ചെറുതായിട്ട് ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് സവോള ചേർക്കാം. സവോള അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഒരു മീഡിയം സവോളയാണ് ഞാൻ അരിഞ്ഞു വെച്ചത്. അത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഈ സവോള ഒന്ന് വഴന്ന് കഴിയുമ്പോഴത്തേക്കും തക്കാളി നമുക്ക് വഴറ്റി അതിന് ശേഷമാണ് മറ്റു പൊടികളൊക്കെ ഇടുന്നത്. ഇത് വഴറ്റിയിട്ടുള്ള തേങ്ങാപ്പാൽ ചേർത്തൊരു കറിയാണ്. വളരെ നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ്. സവോള ചുമന്ന് വരുന്നുണ്ട്. ഇതിനകത്തോട്ട് നമുക്കിപ്പോൾ തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ വഴറ്റിയെടുക്കാം. അതുപോലെ കറിവേപ്പിലയും കൂടെ കൊടുക്കുക. നമ്മുടെ തക്കാളിയൊക്കെ ആയി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. തക്കാളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ അതിനിടയ്ക്ക് 1-2 പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുത്തിരുന്നു. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വേണ്ട ഈ പൊടികൾ നമുക്ക് ഇട്ട് കൊടുക്കാം. ആദ്യമായിട്ടൊരു ചെറിയ സ്പൂണാണ്, ഒരു 1/2 സ്പൂൺ മഞ്ഞൾ പൊടിയാണ്. അധികം മഞ്ഞൾ പൊടി ഇടണ്ട. ഫിഷ് മസാലയ്ക്കകത്ത് കുറച്ച് മഞ്ഞൾ പൊടിയുടെ കണ്ടന്റ് ഉണ്ട്, അതുകൊണ്ടാണ് ഈ മഞ്ഞൾ കുറച്ചിട്ടാണ് എന്ന് പറയുന്നത്. നമുക്ക് ഫിഷ് മസാല ഇട്ട് കൊടുക്കാം. വലിയ സ്പൂണാണ്, ഞാനൊരു 2.5 സ്പൂണാണ് ഇട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. അതൊരു 2 സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇത് ഫ്ലെയിമെല്ലാം കുറച്ച് വെച്ചിട്ട് വേണം അത് ചെയ്യാൻ, അല്ലാതെ കരിഞ്ഞു പോകും. നമുക്ക് പുളി ചേർത്ത് കൊടുക്കാം. പുളി വെള്ളത്തിൽ പൂത്ത് വെച്ചിരുന്നതായിരുന്നു, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. കഴിഞ്ഞ് നമ്മൾ തേങ്ങാപ്പാൽ 2-ാം പാൽ ചേർക്കുക. ഈ 2-ാം പാൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് തിളച്ചതിന് ശേഷം നമ്മൾ മീനിട്ടാൽ മതി. അന്നേരം ഇത് നല്ലവണ്ണം ശരിക്കും വെന്ത് ചേർന്ന് നല്ല കുറുകി വരും കറി.
ഒന്ന് തിളച്ചതിന് ശേഷം കൊടുത്താൽ മതി. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1.5 സ്പൂൺ ഉപ്പാണ് ഇപ്പോൾ ഞാൻ ഇടുന്നത്. ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം. നമ്മുടെ കറി നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഇപ്പോൾ നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം. സാധാരണ ഒരു 7 മിനിറ്റ് 8 മിനിറ്റാണ് മീനിൻ്റെ വേവ് പറയുന്നത്. അതുവരെ നമുക്ക് നോക്കാം. നമ്മുടെ മീൻകറി നല്ല കൊഴുത്ത് കണ്ടോ, മീനൊക്കെ വെന്തിട്ടുണ്ട്. നമുക്കിനി 1-ാം പാല് ചേർത്ത് ഒന്ന് ചൂടായി കഴിയുമ്പം ഇറക്കി വെക്കാം. നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. ഇതിന് ഒരു 1/2 സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർക്കുവാണ്. പച്ച വെളിച്ചെണ്ണ. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ചാറ് ഒന്നുകൂടെ കുറുകും. അന്നേരം നല്ല സൂപ്പർ മീൻകറിയായിട്ട് ഇരിക്കും. നമുക്കിതിൻ്റെ മുകളിലേക്ക് 2-3 കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇതെല്ലാവരും ഈ കറി വീട്ടിൽ ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.